പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? യേശുവിലുള്ള വിശ്വാസം ഇന്ന് ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 6:31 തിരുവചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് സമൂഹത്തിൽ പലരും കർത്താവിൽ നിന്ന് ഹൃദയം കൊണ്ട് അകന്നു പോവുകയാണ്. അധരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയം കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മുടെ ജീവിത രീതി ദൈവഹിതപ്രകാരം അല്ല. നമ്മുടെ ഹൃദയത്തിൽ ഈ ലോക മോഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നത്. വചനം നാം അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുമ്പോഴാണ് വിശ്വാസം നമ്മിൽ വർദ്ധിച്ചു വരുന്നത്. യേശു പറയുന്നു, അധരം കൊണ്ട് നിങ്ങൾ എന്നെ സ്തുതിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നാം വചനം കേൾക്കുന്നവരും വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും ആണ്, എന്നാൽ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ വചനം വസിക്കാത്തത്? ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. യോഹന്നാൻ 5:38 തിരുവചനം പറയുന്നുണ്ട്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ യേശുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വസിക്കാതെ വരുന്നത്. ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീഴുന്നുണ്ടെങ്കിലും അത് മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതായി മാറുകയാണ്. ഈ ലോകമോഹങ്ങളിൽ നാം പെട്ടുപോവുകയാണ്. വചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 4:19 തിരുവചനം പറയുന്നു, ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും വചനത്തെ ഞെരുക്കിക്കളയുകയാണ്. അത് ഫലശൂന്യമായി മാറുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 21:34, 35 തിരുവചനങ്ങളിൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുകയാണ്. അതിന് നമുക്ക് ജാഗരൂകരായിരിക്കണം. സുഖലോലുപതയിലും മദ്യലഹരിയിലും ജീവിത വ്യഗ്രതയിലും നാം മുഴുകി ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ദുർബലമായി മാറുകയാണ്. വചനത്തിന് ഹൃദയത്തിൽ സ്ഥാനമില്ലാതായി മാറുകയും ചെയ്യുന്നു. ധനത്തിനോടും ലോകവസ്തുക്കളോടും ലൗകിക ജീവിതത്തോടും ഉള്ള നമ്മുടെ അമിതമായ ആഗ്രഹം ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചിന്തകളെല്ലാം, ലോകമോഹങ്ങളെല്ലാം നമ്മളിൽ ജനിപ്പിക്കുന്നത് സാത്താനാണ്. സാത്താൻ്റെ കെണിയിൽ നാം പെടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. 2 കൊറിന്തോസ് 4:4 തിരുവചനം പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ ഹൃദയത്തെ അന്ധമാക്കിയിരിക്കുകയാണ്. ഈ ലോകമാണ് വലുതെന്നും അതിലെ നേട്ടങ്ങളാണ് വലുതെന്നും അതിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടതെന്നും സാത്താൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ യേശു പറയുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനാണ് യേശു പറയുന്നത്. നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവിത രീതിയായിരിക്കണം നാം ഈ ലോകത്ത് നയിക്കേണ്ടത്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാനുള്ള രീതിയിലാണ് ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ട്. ആത്മാവാണ് നമ്മെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ രക്ഷ
എപ്രകാരം നമുക്ക് നേടിയെടുക്കാമെന്നാണ് നോക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. ഈ ലോകജീവിതത്തിന് ശേഷം നാം നിത്യജീവൻ പ്രാപിക്കാനായി സ്വർഗ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമ്മുടെ ആത്മാവിനെ നാം രക്ഷിച്ചേ മതിയാകൂ. ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോക നേട്ടങ്ങളെല്ലാം നശ്വരങ്ങളാണ്. ഇവയെല്ലാം വിട്ട് നമുക്കൊരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടതായി വരും. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം വിശുദ്ധിയിലേക്ക് വരണം. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും സാധിക്കുകയുള്ളൂ. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. എന്നാൽ സുവിശേഷം നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്കാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് അതനുസരിച്ചുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.